ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സാറ്റർഡേ എൻ്റെ മോൾക്ക് ഒരു കരാട്ടെ കോമ്പറ്റീഷൻ ഉണ്ട്. സൗത്ത് ഇന്ത്യ കരാട്ടെ കോമ്പറ്റീഷനാണ്. കേരള, കർണാടക, തമിഴ്നാട് ഈ 3 സ്റ്റേറ്റ്സിൽ നിന്നും പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നടക്കുന്നത് നമ്മുടെ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കടവന്ത്രയിലാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൽ ഞാൻ കാണിക്കാം നിങ്ങൾക്ക്. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈമാണ് മോളിങ്ങനെ കോമ്പറ്റീഷനിൽ ഇറക്കുന്നത്. അപ്പോൾ ഭയങ്കര ക്രൗഡഡാണ്, ഇഷ്ടം പോലെ പിള്ളേർ വന്നിട്ടുണ്ട്. ഞാൻ എല്ലാം നിങ്ങളെ ഇതിൽ വീഡിയോസിൽ കാണിച്ചു തരാം, പറ്റുന്ന പോലെ നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ കോമ്പറ്റീഷൻ വരുന്നത് നമ്മുടെ കടവന്ത്ര ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഞങ്ങളൊരു 8 o'clock ഒക്കെ ആയപ്പോൾ എത്തിയിട്ടു. അപ്പോൾ അവിടെ എല്ലാം സ്റ്റേറ്റ്സിൽ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞത് വെന്യൂവിൽ ഒരു 8:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ 8 ആയപ്പോൾ ഞങ്ങളെല്ലാവരും എത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും പിള്ളേർ ഓരോരോ സ്ഥലത്തു നിന്ന് പിള്ളേർ വരാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ അവിടെ ഓരോ അറേഞ്ച്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞാൽ ഗസ്റ്റുകളൊക്കെ എപ്പോഴും ഈ ഒരു റൗണ്ട് ഓഫ് കോമ്പറ്റീഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്ന് അവർ ലൈറ്റൊക്കെ വിളക്കൊക്കെ കത്തിച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളൂ. കാരണം അതെല്ലാം കഴിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവും. കാരണം അത്രയും സ്റ്റുഡൻസ് ഉണ്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. അപ്പോൾ എൻ്റെ മോള് ഫസ്റ്റ് ടൈമായിട്ടാണ്, ഞാനും ഫസ്റ്റ് ടൈമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇതുവരെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പോലും ഇങ്ങനത്തെ ഒരു കോമ്പറ്റീഷനൊന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിട്ട് വന്നതാണ്. അപ്പോൾ അവളുടെ റൗണ്ടാണ് ഈ നടക്കുന്നത്. അവൾക്ക് കത്തയിൽ അവൾ ചെയ്യണം എന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അവളെപ്പോഴും വീട്ടിൽ വന്ന് ജസ്റ്റ് ഞങ്ങളിങ്ങനെ കാണിച്ച് തരാറുള്ളൂ. പക്ഷേ ഇതുവരെ ഞാനിങ്ങനെ ഒരു റിങ്ങിൽ ഇറങ്ങിയിട്ട് അവൾ ചെയ്യുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആൾ കുറച്ച് നെർവസ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ഒരുവിധം കൊച്ചൊന്ന് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഓരോ കാറ്റഗറി വൈസാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം യെല്ലോ വൈറ്റ് ബെൽറ്റിലൊക്കെ ഓരോ കാറ്റഗറീസ് ഉണ്ടാവും. ചെറിയ പിള്ളേരും വലിയ പിള്ളേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഓരോരോ ചെയ്ത് അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങളൊക്കെ നടക്കുക കേട്ടോ. കാരണം എല്ലാം കഴിഞ്ഞിട്ട് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നടക്കത്തില്ല, അത്രയും തിരക്കാണ്. ഇതാണ് എൻ്റെ തിരക്ക്. ഓരോ പിള്ളേരെയും കഴിഞ്ഞിട്ട് പ്രൈസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ഫൈനലി പിന്നെ എൻ്റെ കൊച്ചിന് കത്തക്ക് അവൾക്ക് 3rd പ്രൈസ് കിട്ടി. ആൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പിള്ളേരുടെയും എൻ്റെ കൊച്ചിന് അവിടെ പ്രൈസ് കൊടുക്കുന്ന സമയത്ത് അപ്പുറത്ത് റെഡ് ബെൽറ്റ് പിള്ളേരുടെ ഒക്കെ കത്ത നടക്കുന്നതാണ്. പക്ഷേ അതൊക്കെ ഭയങ്കര രസമായിട്ട്. ബ്ലാക്ക് ബെൽറ്റ് വരെയൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ ലൈഫിൽ. റെഡ് ബെൽറ്റൊക്കെ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അപ്പോൾ റെഡ് ബെൽറ്റ് ഇത് ചെയ്യുന്നതൊക്കെയാണ് ഈ കാണുന്നിരുന്നത്. കണ്ടോ, ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഞാൻ ബ്ലാക്ക് ബെൽറ്റാണ്, ഞാൻ ബ്രൗൺ ബെൽറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ അത് നേരിട്ട് കാണുമ്പോഴാട്ടോ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ കോമ്പറ്റീഷന് വരുന്ന പിള്ളേർക്ക് അവിടെയും തന്നെ ലഞ്ച് ഉണ്ട്. അതായത് നമ്മൾ കോമ്പറ്റീഷൻ കയറുമ്പോൾ തന്നെ നമുക്കൊരു ഫീസ് ഉണ്ട് കൊടുക്കാൻ. അപ്പോൾ ആ ഫീസെല്ലാം കൊടുക്കുമ്പോൾ അതിൽ ലഞ്ചും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആണ്. പാരൻസിനും വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ ഫുഡ് എന്നൊക്കെ പറയാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഈ ചോറും സാമ്പാർ, പയർ, എന്തെങ്കിലും ഒരു തോരൻ, പപ്പടം, ഇതൊക്കെ ഉണ്ടാവുള്ളൂ. വലിയ കാര്യമായിട്ട് വലിയ നോൺ വെജും കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഒന്ന് റിലാക്സൊക്കെ ആയി. അപ്പോൾ റിലാക്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് ആൾക്ക് ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയത് ഞങ്ങൾക്ക്. അപ്പോൾ ഇനി അവൾ ഫൈറ്റിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആവണേയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവൾക്ക് വേണ്ടി അവളുടെ റൗണ്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണേ. അപ്പോൾ ഇത് ഭയങ്കര പാടായിരുന്നു. പാടെന്ന് വെച്ചാൽ കുറേ നേരം നിന്നിട്ടാണ് ഇവളുടെ പേരും ഒക്കെ വിളിച്ചത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് അവളുടെ പേര് വിളിച്ച്. ആ ബ്ലൂ ഡ്രസ്സ്, അതായത് ബ്ലൂ ഗ്ലവും കാര്യങ്ങളും ഇട്ടേക്കണതാണ് എൻ്റെ മോള്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഇതൊന്നും ഇവൾ ചെയ്യണ കണ്ടിട്ടേ ഇല്ല. ആളിങ്ങനെ ഫൈറ്റ് ചെയ്യണ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാറില്ല. ആ കാര്യങ്ങൾ വളരെ സൈലൻ്റാണ്. അങ്ങനെയൊന്നും അവൾ ആരോടൊന്നും പറയാറില്ല. അപ്പോൾ ഫൈനലി അവൾ ഫൈറ്റിങ്ങിന് ഇറങ്ങി. ഫൈനൽസിലെത്തിയപ്പോൾ അവൾക്ക് 2nd പ്രൈസും കിട്ടി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ട്രോഫിയും ഞങ്ങളുടെ മെഡലും. 2nd പ്രൈസിന് ഞങ്ങൾക്ക് സിൽവർ മെഡലാണ് കിട്ടി. അപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.